ലൂക്കോസ് 22:35-53 വരെ. പിന്നെ അവൻ അവരോട്, ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും ഉണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവും ഉണ്ടായില്ല എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അത് എടുക്കട്ടെ, അവണ്ണം തന്നെ പൊക്കണമുള്ളവനും ഇല്ലാത്തവനോ തൻ്റെ വസ്ത്രം വിറ്റ് വാൾ കൊള്ളട്ടെ. അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നതിന് ഇനി എന്നിൽ നിവൃത്തി വരണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിന് നിവൃത്തി വരുന്നു എന്ന് പറഞ്ഞു. കർത്താവേ, ഇവിടെ 2 വാളുണ്ട് എന്ന് അവർ പറഞ്ഞതിന് മതിയെന്ന് അവൻ അവരോട് പറഞ്ഞു. പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു പുരുഷാരം 12 ഒരുവനായി യൂദ അവർക്ക് മുൻനടന്ന് യേശുവിനെ ചുംബിപ്പാൻ അടുത്തു വന്നു. യേശുവിനോട്, യൂദയെ, മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. സംഭവിപ്പാൻ പോകുന്നത് അവൻ്റെ കൂടെയുള്ളവർ കണ്ടു. കർത്താവെ, ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടണമോ എന്ന് ചോദിച്ചു. അവരിൽ ഒരുത്തൻ മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്തെ കാത് അറുത്തു. അപ്പോൾ യേശു, ഇത്രയ്ക്ക് വിടുവിൻ എന്ന് പറഞ്ഞ് അവൻ്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. യേശു തൻ്റെ നേരെ വന്ന മഹാപുരോഹിതന്മാരോടും ദേവാലയത്തിലെ പടനായകന്മാരോടും മൂപ്പന്മാരോടും, ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളും വടിയുമായി പുറപ്പെട്ടു വന്നുവോ? ഞാൻ ദിവസേന ദേവാലയത്തിൽ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും എൻ്റെ നേരെ കൈയൊങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിൻ്റെ അധികാരവുമാകുന്നു എന്ന് പറഞ്ഞു. പെസഹ ഭക്ഷണത്തിന് ശേഷം ഇനി സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ചില കാര്യങ്ങൾ ശിഷ്യന്മാർക്ക് വിശ്വസിക്കാനേ പ്രയാസമായിരുന്നു. അവർ എല്ലാവരും ഓടിപ്പോകുമെന്നും ശീമോൻ പത്രോസ് അവനെ തള്ളിപ്പറയുമെന്നുമൊക്കെ പറഞ്ഞത് അവർക്ക് ഒട്ടും ദഹിച്ചില്ല. എങ്കിലും കർത്താവ് അവരോട് തുടർന്നും ചില കാര്യങ്ങൾ പറയുന്നു. 35-ാം വാക്യത്തിൽ യേശു അവരോട് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ആവശ്യപ്പെടുകയാണ്. എന്ന് വച്ചാൽ, കഴിഞ്ഞ 3.5 വർഷക്കാലം തന്നോടൊപ്പമായിരുന്നപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് താൻ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ അവരോട് മടിശീലയും പൊക്കണവും ചെരുപ്പും വടിയും ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞിരുന്നു. അവർ അങ്ങനെയാണ് പോയത്. കർത്താവ് അവരോട് പറഞ്ഞ കാര്യം അവർ അനുസരിച്ചു. അതിൻ്റെ ഫലമായി അവർ പോയ കാര്യം സാധിച്ചു. അവർ വളരെ സന്തോഷത്തോടെ മടങ്ങി വന്നു. ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഇവിടെ കർത്താവ് അവരോട് ചോദിക്കുന്നത്, മടിശീലയും പൊക്കണവും ചെരുപ്പും ഇല്ലാതെ നിങ്ങളെ അയച്ചപ്പോൾ നിങ്ങൾക്ക് കുറവ് വല്ലതും ഉണ്ടായോ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് അവരുടെ ഉത്തരം ഒരു കുറവും ഉണ്ടായില്ല ആയിരുന്നു. കർത്താവിനെ അവർ പൂർണ്ണമായി അനുസരിച്ചപ്പോൾ ഒരു കുറവും ഉണ്ടായില്ല. എന്നാൽ ആ സമയത്ത് അതവർക്ക് മനസ്സിലായോ എന്നറിഞ്ഞുകൂടാ. കാരണം അവർ മടങ്ങി വന്ന് ഞങ്ങൾക്കൊരു കുറവും ഉണ്ടായില്ലെന്നല്ല പറഞ്ഞത്, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ 3.5 വർഷത്തിന് ശേഷം യേശു അവരോട് പറയുന്നു, ഒന്ന് തിരിഞ്ഞു നോക്കൂ, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടന്നില്ലേ? ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവർക്ക് ഈ അതിശയം കാണാൻ കഴിഞ്ഞത്. അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു കുറവും ഉണ്ടായില്ല. കർത്താവിനെ അനുസരിക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് വലിയ അതിശയമായൊന്നും തോന്നിയെന്ന് വരില്ല. എങ്കിലും കർത്താവിനെ അനുസരിച്ച് ജീവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നാം അതിശയിച്ചു പോകും. ഒരു നല്ല ഉദാഹരണം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ കാണാം. അവർ മിസ്രയീമിൽ നിന്നും പോന്നു. മോശയുടെ നേതൃത്വത്തിൽ
അവർ ചെങ്കടൽ കടക്കുകയാണ്. ചെങ്കടൽ കടന്ന സമയത്ത് അവർക്കതൊരു വലിയ അത്ഭുതമായൊന്നും തോന്നുകയില്ല. കാരണം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർ ചെങ്കടൽ കണ്ടിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് അവർ ചെങ്കടൽ ആദ്യമായിട്ട് കണ്ടത്. ചെങ്കടലിൽ വെള്ളമില്ലാത്ത ഒരു ഭാഗത്തുകൂടി, ഉണങ്ങിയ നിലത്തുകൂടി അവർ നടക്കുന്നു. രാത്രിയിലാണ് സംഭവം. അപ്പോൾ ഭൂരിഭാഗം ആളുകളും വിചാരിച്ചത് മരുഭൂമിയിലെ ഏതൊരു വഴിയിൽ കൂടി നടക്കുന്നു എന്ന് മാത്രമാണ്. അവർക്ക് എത്ര പേർക്ക് ചെങ്കടൽ കടന്നപ്പോൾ ഞങ്ങൾ കടലിനടിയിൽ കൂടിയാണ് നടക്കുന്നതെന്ന് മനസ്സിലായി എന്നെനിക്കറിഞ്ഞുകൂടാ. എന്നാൽ അവർ ചെങ്കടൽ കടന്നു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. അവർ നടന്നു വന്ന് അതേ വഴിയിലൂടെ ഫറവോന്റെ സൈന്യം ചെങ്കടൽ കടക്കാൻ ശ്രമിക്കുകയും അവർ കടലിൻ്റെ നടുക്ക് വന്നപ്പോൾ വെള്ളം വന്ന് മൂടി അവരെ കൊന്നുകളയുകയും ചെയ്തു. അത് കണ്ടപ്പോഴാണ് അവർ നടന്നു വന്ന വഴി അത്ഭുതകരമായൊരു വഴിയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായത്. ഇത് എല്ലാ ദൈവമക്കളുടെയും ദൈവവിശ്വാസികളുടെയും ജീവിതത്തിൽ വാസ്തവമാണ്. അവർ അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു അതിശയമാണെന്ന് മനസ്സിലാക്കില്ല. എന്നാൽ അല്പകാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ദൈവം അത്ഭുതകരമായി അവരെ വഴി നടത്തി എന്ന് അവർ തിരിച്ചറിയുന്നത്. ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ. പൊക്കണമോ മടിശീലയോ വടിയോ ഇല്ലാതെ ഞാൻ നിങ്ങളെ അയച്ചു, വല്ല കുറവും ഉണ്ടായോ? അവർ അതിശയത്തോടെ പറയുന്നു, ഇല്ല, ഒരു കുറവും ഉണ്ടായില്ല. അതിനൊന്നും ആവശ്യമില്ലായിരുന്നു. കാരണം ഞങ്ങൾ കർത്താവിനെ അനുസരിച്ചു. അവൻ ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തന്നു. 36-ാം വാക്യത്തിൽ, എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അത് എടുക്കട്ടെ, അവണ്ണം തന്നെ പൊക്കണമുള്ളവനും. ഇല്ലാത്തവനോ തൻ്റെ വസ്ത്രം വിറ്റ് വാൾ കൊള്ളട്ടെ. ഇത് മനസ്സിലാക്കാൻ അത്ര എളുപ്പമുള്ള ഒരു വാക്യമല്ല. കർത്താവ് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളല്ല അനുസരിക്കേണ്ടത്, പ്രത്യേക നിലയിൽ നിങ്ങൾ ഇപ്പോൾ പെരുമാറണം എന്നാണ് അവരോട് പറയുന്നത്. ഇതുവരെ പൊക്കണവും മടിശീലയും ഒന്നും ഇല്ലാതെ പോയി, നിങ്ങൾക്ക് കുറവൊന്നും ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ പൊക്കണത്തിൻ്റെ മടിശീലയുടെ എന്ന് വെച്ചാൽ പണത്തിൻ്റെ ഒരു ആവശ്യമുണ്ട്. ആ പണം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? വാൾ വാങ്ങണം. ഇനി ഞാൻ അന്ന് പറഞ്ഞത് കേട്ട് പൊക്കണവും മടിശീലയും എടുക്കാത്ത ആരെങ്കിലും ഈ കൂടെ ഉണ്ടെങ്കിൽ, അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ, അവർ അവരുടെ വസ്ത്രം വിറ്റിട്ട് വാൾ വാങ്ങട്ടെ, വാൾ കൊള്ളട്ടെ എന്ന് പറയുന്നു. അത്യാവശ്യമായ ഒരു വാൾ വാങ്ങണം എന്നാണ് യേശു ഇവിടെ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. എന്തുകൊണ്ടാണിത്? ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, കർത്താവ് ഇത്രയും നാളും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു, അത്ഭുതകരമായി അവരെ വഴി നടത്തി, പല അത്ഭുതങ്ങളും താൻ ചെയ്തു. എന്നാൽ ഇനി താൻ അവരോടൊപ്പമില്ല. അതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെ നോക്കണം. അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കാര്യവും അവർ തന്നെ ചെയ്യണം. ചിലർ പറയുന്നു വാൾ കൊള്ളാൻ പറഞ്ഞത് വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്നാണ്. കാരണം യേശു വാളെടുത്ത് മറ്റുള്ളവരെ കൊല്ലാൻ പറയും എന്ന് ചിന്തിക്കുകയേ സാധ്യമല്ല. കാരണം തൻ്റെ പഠിപ്പിക്കലുകളെല്ലാം പ്രതികാരം ചെയ്യരുത്, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് എന്നും, അതുപോലെ ഇതേ അധ്യായത്തിൽ തന്നെ പിന്നീട് വാളെടുക്കുന്നവൻ വാളാൽ എന്ന് ഈ അധ്യായത്തിലല്ല മറ്റൊരു സുവിശേഷത്തിൽ ഈ കാര്യം പറയുമ്പോൾ താൻ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് യേശു ശിഷ്യന്മാരോട് വാളെടുത്ത് മറ്റുള്ളവരെ ആക്രമിക്കാൻ പറഞ്ഞു എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. അങ്ങനെ ഒരു പഠിപ്പിക്കൽ പുതിയ നിയമത്തിലില്ല. ഇന്ന് ചില ആളുകളൊക്കെ ക്രിസ്തു മാർഗത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അത് സത്യമല്ല. അതായിരുന്നില്ല ഇവിടുത്തെ ഉദ്ദേശം. അതിൻ്റെ കാരണം 37-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണിയെന്ന് എഴുതിയിരിക്കുന്നതിന് ഇനി എന്നിൽ നിവർത്തി വരണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുവിനെ പിടിക്കാൻ വരുന്ന ആളുകൾ ഒരു കള്ളനെ പിടിക്കാൻ വരുന്ന പോലെയാണ് വരുന്നത്. ആ കാര്യവും യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന് ആ പ്രവചനത്തിന് നിവർത്തി വരണം. അപ്പോൾ പണമില്ല, അല്ലെങ്കിൽ ഉള്ള പണം കൊണ്ട് വാള് വാങ്ങുക, വാളും കൊണ്ട് നടക്കുന്ന അധർമ്മി, അക്രമം ചെയ്യുന്നയാൾ, അങ്ങനെ ഒരാളായിട്ടാണ് യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന ആളുകൾ അവനെ കാണുന്നത്. അവൻ്റെ കൂടെ 10-12 പേരുണ്ട്. അതിൽ 2 പേരുടെ കയ്യിൽ വാളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അധർമ്മികളുടെ ഒരു കൂട്ടം എന്ന് അവർക്ക് വ്യാഖ്യാനിക്കാമായിരുന്നു. ഈ പ്രവചന നിവൃത്തിക്ക് വേണ്ടിയാണ് യേശു അവരോട്
2 വാൾ കരുതിക്കൊള്ളാൻ പറഞ്ഞത്. അത് കേട്ടതും ശിഷ്യന്മാർ ആരോ പറഞ്ഞു, കർത്താവേ, ഇവിടെ 2 വാളുണ്ട് എന്ന് അവർ പറഞ്ഞു. മതി എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ മടിശീലയും പൊക്കണവുമില്ലാതെ വടിയുമില്ലാതെയാണ് ഞാൻ നിങ്ങളെ അയച്ചത്. ഇനി അതൊന്നും നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴില്ലെങ്കിൽ വസ്ത്രം വിറ്റ് വാൾ വാങ്ങിക്കൊള്ളട്ടെ. മടിശീലയോ പൊക്കണോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലോ ആ പൊക്കണത്തിൽ അല്ലെങ്കിൽ മടിശീലയിലുള്ള പണം കൊടുത്ത് വാൾ വാങ്ങുക. കർത്താവ് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ വാൾ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് പണം കൊടുത്ത് അല്ലെങ്കിൽ പണമില്ലെങ്കിൽ വസ്ത്രം വിറ്റ് വാൾ വാങ്ങുക. കാരണം പ്രവാചകൻ പറഞ്ഞ കാര്യം നിവൃത്തിയാകണം. കർത്താവ് ഇത് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ പ്രതികരണം, അവർ പറയുന്ന, കർത്താവ്, പൊക്കണത്തിൻ്റെയോ മടിശീലയുടെയോ ആവശ്യമില്ല, വസ്ത്രം വിൽക്കേണ്ട ആവശ്യവുമില്ല. കാരണം ഞങ്ങൾ പുറത്തെടുത്തില്ലെന്നേ ഉള്ളൂ, ഞങ്ങളുടെ കയ്യിൽ 2 വാളുണ്ട്. ഇതാരാണിവർ? യേശുവിൻ്റെ 12 ശിഷ്യന്മാരാണിത് പറയുന്നത്. യേശുവിനോടൊപ്പം സഞ്ചരിക്കുകയും യേശു അവരുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി തരികയും ചെയ്യും എന്ന് വിശ്വസിച്ചവർ. അതിപ്പോൾ അവർ കൺഫസ് ചെയ്തേ ഉള്ളൂ. യേശു മതിയായവൻ, യേശു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി തരുന്നവൻ എന്നൊക്കെ പറഞ്ഞ് ഈ ശിഷ്യന്മാർ വാൾ വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറയണം, അതിൻ്റെ ആവശ്യമില്ല, വാൾ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്, ആരെയും കാണിക്കാതെ ഞങ്ങൾ കൊണ്ടു നടക്കുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇത് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. പല കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല, ഉണ്ടായിരിക്കരുത് എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ദൈവവിശ്വാസി, കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. അതൊരു വിശ്വാസിയുടെ കയ്യിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. എന്നാൽ ഒരാവശ്യം വന്നപ്പോൾ 1 അല്ല 2 വാളുകളാണ് പുറത്തു വന്നത്. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ആരും കാണാതെ ആവശ്യം വന്നാൽ മാത്രം പുറത്തെടുക്കാൻ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇവിടെ ശിഷ്യന്മാർ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്, അവനോടുകൂടെ മരിക്കാൻ തയ്യാറായിരിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞവരാണ്. പക്ഷേ ഒതുക്കത്തിൽ അവരുടെ കയ്യിൽ വാളുണ്ടായിരുന്നു. ആ വാൾ പുറത്തു വന്നു. കർത്താവ് അത് കണ്ടപ്പോൾ പറഞ്ഞു, മതി, ഇനി വാളിൻ്റെ ആവശ്യമില്ല. ഒരു പക്ഷേ ശിഷ്യന്മാർ ചിന്തിച്ച് കാണും, കർത്താവിനെ പിടിക്കാൻ വരുമ്പോൾ അവനെ വാളുകൊണ്ട് അവനെ സംരക്ഷിക്കണം. അതായിരിക്കും അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അത് ശരിയല്ല എന്ന് കർത്താവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് മതി, ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. പിന്നെ അവൻ പതിവ് പോലെ ഒലിവ് മലയ്ക്ക് പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. കർത്താവിൻ്റെ പതിവായിരുന്നു ഒലിവ് മലയ്ക്ക് പോവുക. അവിടെ രാത്രി മുഴുവൻ താൻ മലയിൽ ചിലവഴിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. ഒലിവ് മലയിൽ താൻ പ്രാർത്ഥിക്കുവാൻ പോയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് പതിവായിരുന്നു. ശിഷ്യന്മാർ അവനെ അന്ന് രാത്രി അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. കർത്താവ് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. പക്ഷേ താൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പിൻ. എന്താണ് അവരുടെ പരീക്ഷ? അന്ന് രാത്രി അവർക്കെന്ത് പരീക്ഷയാണ്? കർത്താവിൻ്റെ കാര്യം നമുക്കറിയാം. അവനെ ഇന്ന് അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, തന്നെ വിചാരണ ചെയ്യും, പിറ്റേ ദിവസം തന്നെ ക്രൂശിച്ചു കൊല്ലും. പക്ഷേ ശിഷ്യന്മാരോ, അവർക്കെന്ത് പരീക്ഷയാണ്? അവരുടെ പരീക്ഷ അത്ര എളുപ്പമായ ഉള്ളതായിരുന്നില്ല. കാരണം അവരുടെ ഗുരുവിനെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അവരെന്ത് ചെയ്തു എന്ന് നമുക്കറിയാം. അവർ ഓടി. ഇവനുമായി ഒരു ബന്ധവുമില്ല, ഇവനെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. ക്രിസ്തുവിനെ അയച്ച ദൈവത്തെയും വിട്ടാണ് അവർ ഓടിയത്. അതായിരുന്നു അവരുടെ പരീക്ഷ. ആ പരീക്ഷയിൽ അവർ തോറ്റു. ഈ പരീക്ഷ വരാൻ പോകുന്നു, ഇതിൽ നിങ്ങൾ അകപ്പെട്ടു പോകും എന്ന് കർത്താവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് താൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരുങ്ങിയിരുന്ന് പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിപ്പിൻ. ആ പറഞ്ഞതിൻ്റെ അർത്ഥമോ അതിൻ്റെ ഗൗരവമോ അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അവർ ഉറങ്ങിയത്. കർത്താവ് അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി. എന്നിട്ടാണ് താൻ പ്രാർത്ഥിക്കുന്നത്. താൻ മുട്ടുകുത്തി
പ്രാർത്ഥിക്കുന്നു, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. അതിൻ്റെ അർത്ഥം താൻ ക്രൂശിൽ മരിക്കാൻ പോവുകയാണ് എന്ന് യേശുവിന് അറിയാമായിരുന്നു. തൻ്റെ ക്രൂശ് മരണം അത്യന്തം വേദനാജനകമാണ് എന്നും തനിക്കറിയാമായിരുന്നു. ഇത് യാഥാർത്ഥ്യമായി സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും വേദനയും താൻ അനുഭവിക്കാൻ പോകുന്നു. എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കി തരണം എന്നാണ് കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചത്. മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പാപരഹിതനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണമല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ആ വഴി തിരഞ്ഞെടുക്കണം എന്നാണ് യേശു ഇവിടെ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെ ഒരു പരിഹാരമില്ലായിരുന്നു. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്നും യാതൊരു മറുപടിയും ഉണ്ടാകാതിരുന്നത്. താൻ പ്രാർത്ഥിച്ചു, പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി ലഭിച്ചില്ല. കർത്താവ് പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെയാകട്ടെ എന്നും പ്രാർത്ഥിച്ചു. എനിക്ക് ഇത് ഒഴിഞ്ഞു പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. ആ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. അവനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ ദൂതൻ വന്നത് എന്ന് നാം വായിക്കുന്നു. ലൂക്കോസ് മാത്രമേ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതുപോലെ തന്നെ 44 വാക്യത്തിൽ പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി എന്നും ലൂക്കോസ് എഴുതിയിരിക്കുന്നു. ഈ കാര്യവും ലൂക്കോസ് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈ വിശദീകരണങ്ങൾ താൻ വളരെ ശ്രദ്ധാപൂർവം എഴുതിയത്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു പ്രത്യേക തരത്തിലുള്ള പാമ്പ് മനുഷ്യനെ കടിച്ചാൽ അതിൻ്റെ വിഷം ശരീരത്തിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലുള്ള ചെറിയ രക്തധമനികൾ, നമ്മുടെ തൊലിയുടെ അടിയിലുള്ള രക്തധമനികൾ പൊട്ടുവാനും നമ്മുടെ തൊലിയിലൂടെ രക്തം പോയി പുറത്തേക്ക് വരുവാനും ഇടയാകും. ആ നിലയിലാണ് കർത്താവിൻ്റെ വിയർപ്പ് വലിയ രക്തത്തുള്ളി പോലെ ആയത് എന്ന് ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കർത്താവ് പ്രാണവേദനയിലായി. അവൻ്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. ഇതിൻ്റെ അർത്ഥം താൻ വലിയ വേദനയിൽ, അഗ്നിയിലായിരുന്നു. ഗെത്സമന തോട്ടത്തിൽ വെച്ച് താൻ അനുഭവിച്ച ഈ വ്യഥ, ഈ മാനസികമായ പിരിമുറുക്കം, ഇതിനെക്കുറിച്ച് പഴയ നിയമ പുസ്തകങ്ങളിലൊന്നും നാം വായിക്കുന്നില്ല. ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്ന് കർത്താവും തൻ്റെ ശുശ്രൂഷ കാലത്ത് ഒരിക്കലും തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞില്ല. തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും തന്നെ ത്യജിച്ചു കളയുമെന്നും തന്നെ ക്രൂശിക്കുമെന്നും താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും ഒക്കെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇങ്ങനെ താൻ അതിവ്യഥയിലാകുന്ന ഒരവസരം ഉണ്ടാകുമെന്ന് ഒരിക്കലും യേശു തൻ്റെ ജീവകാലത്തും തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞില്ല. ഇതേക്കുറിച്ച് ചില ദൈവദാസന്മാർ ചിന്തിക്കുന്നത്, ഈ കാര്യം കർത്താവിൽ നിന്നും പിതാവ് മറച്ചു വച്ചിരുന്നു, അല്ലെങ്കിൽ ഇത് സംഭവിച്ചപ്പോൾ മാത്രമാണ് താനിത് അറിഞ്ഞത് എന്നാണ്. അതിനവർ പറയുന്ന കാരണം, കർത്താവ് നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണല്ലോ കർത്താവ് നമ്മുടെ മഹാപുരോഹിതനായിരിക്കുന്നത്. എല്ലാ കാര്യവും വരും മുമ്പേ അറിയാവുന്നയാളാണ് ദൈവം. എന്നാൽ യേശു താൻ പരീക്ഷയിൽ അകപ്പെടുകയും തനിക്ക് നേരിടുവാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ അറിയുകയും ചെയ്തിരുന്നുവെങ്കിൽ താൻ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണല്ലോ നാം അറിയുന്നത്. ഇവിടെ താൻ പാപത്തിൻ്റെ മുഴുവൻ ഭാരവും സ്വയം ഏറ്റെടുക്കുന്ന ഈ സമയത്തെക്കുറിച്ച്, ആ സമയത്തുണ്ടാകുന്ന വ്യഥയെക്കുറിച്ച് കർത്താവിന് നേരത്തെ അറിഞ്ഞുകൂടായിരുന്നു, അല്ലെങ്കിൽ പ്രവചനങ്ങളിലൊന്നും അത് പറഞ്ഞിട്ടില്ല. ഇതൊരു സർപ്രൈസായിട്ടാണ് തനിക്ക് വന്നത്. അതുകൊണ്ട്
പാപം മൂലമുണ്ടാകുന്ന നാണക്കേടും പാപം മൂലമുണ്ടാകുന്ന വ്യഥയും മനപ്രയാസവും നാം അനുഭവിക്കുന്നത് പോലെ തന്നെ കർത്താവ് ഗെത്സമന തോട്ടത്തിൽ വെച്ച് അനുഭവിച്ചു എന്നാണ് ഒരു കൂട്ടം ആളുകൾ ചിന്തിക്കുന്നത്. അതിന് ഒരു തെളിവ് അവർ പറയുന്നത് എബ്രായ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. യേശു തൻ്റെ ജീവകാലത്ത് മരണത്തിൽ തന്നെ രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഇവിടെ അപേക്ഷയും അഭയയാചനയും കണ്ണുനീരോടുകൂടി കഴിച്ചു എന്നാണ് വായിക്കുന്നത്. ഇത് വളരെ അർജൻറ്റായിട്ട്, വളരെ അത്യാവശ്യമായിട്ട് നാം ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ യേശു പ്രാർത്ഥിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതിനെക്കുറിച്ച് തനിക്ക് പെട്ടെന്നാണ് ബോധ്യമുണ്ടായത്, എന്നിട്ട് താൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. നാം ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ആകുന്നത് പെട്ടെന്നാണ്. പല കാര്യങ്ങളും നേരത്തെ വരുമെന്ന് നമുക്കൊരു ഐഡിയയുമില്ല. എന്നാൽ അതേ സാഹചര്യത്തിലൂടെ കർത്താവും കടന്നുപോയി പാപത്തിൻ്റെ ഫലമായ കുറ്റബോധവും പാപത്തിൻ്റെ ഫലമായ നാണക്കേടും വ്യഥയും താൻ പെട്ടെന്ന് അനുഭവിക്കാനിടയായി. ആ സമയത്ത് താൻ കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ തൻ്റെ ഭയഭക്തി നിമിത്തം ദൈവം പ്രാർത്ഥന കേട്ടു. ഈ മരണത്തിൽ നിന്ന് തന്നെ വിടുവിക്കുകയല്ല, മറിച്ച് തന്നെ പുനരുത്ഥാനം ചെയ്യുവാൻ ദൈവം ഇടയാക്കി എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. നാം പിന്നെ ഇവിടെ വായിക്കുന്നത് ശിഷ്യന്മാർ ഉറങ്ങുന്നതായിട്ടാണ്. ശിഷ്യന്മാരോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് പറഞ്ഞതാണ്. പക്ഷേ അവർക്കതിന് കഴിഞ്ഞില്ല. അവർ ഉറങ്ങി. അവർക്ക് അന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ഗൗരവം എത്രത്തോളം മനസ്സിലായി എന്ന് നമുക്കറിഞ്ഞുകൂടാ. കാരണം ഇതൊക്കെ കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വന്നപ്പോഴാണ് ശിഷ്യന്മാർക്കും കാര്യങ്ങളുടെ എല്ലാം ഗൗരവം, സത്യം മനസ്സിലായത്. അതുവരെ അവരുടെയും കണ്ണ് കുരുടായിരുന്നു. അവർക്കും ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൻ എന്ന് യേശു വീണ്ടും തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് യൂദ പുരുഷാരത്തെ കൂട്ടിക്കൊണ്ട് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ വന്നത്. യേശുവിനെ താൻ ചുംബിക്കുവാൻ അടുത്തു വന്നപ്പോൾ യൂദയെ മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത് എന്ന് യേശു പറഞ്ഞു. യൂദയുടെ ചുംബനം കണ്ടാൽ മറ്റ് ശിഷ്യന്മാരെക്കാൾ എല്ലാം യേശുവിനോട് പ്രീതിയുള്ളത് യൂദയ്ക്കാണെന്ന് തോന്നും. എന്നാൽ ഇത് അവനെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്ന ചുംബനമാണ് എന്ന് യേശു പറഞ്ഞു. അപ്പോഴാണ് കൂടെയുള്ളവർക്ക് കാര്യം മനസ്സിലായത്. 49-ാം വാക്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് അവൻ്റെ കൂടെയുള്ളവർ കണ്ടു. അപ്പോൾ മാത്രമേ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് യൂദയാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന ശിഷ്യനെന്ന് മനസ്സിലായത്. അവർ യേശുവിനോട് ചോദിക്കുന്നു, ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടണമോ? കാരണം നേരത്തെ യേശു പറഞ്ഞിരുന്നല്ലോ വാൾ വാങ്ങാൻ. അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ 2 വാളുണ്ടെന്ന്. അവർ വിചാരിച്ചത് ഈ അവസരത്തിന് വേണ്ടിയാണ് വാൾ കയ്യിൽ വയ്ക്കാൻ യേശു പറഞ്ഞതെന്നാണ്. അവർ ഉടൻ തന്നെ ഈ കാര്യം ചോദിച്ചു. യേശുവിൻ്റെ ഉത്തരത്തിനു വേണ്ടി അവർ കാത്തു നിന്നില്ല. പത്രോസ് വാളെടുത്ത് മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്തെ കാത് അറുത്തു. പല ആളുകളും ഇതിനെക്കുറിച്ച് പല ഊഹാപോഹങ്ങളും പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ ശരിയായിരിക്കും. വലത്തു കൈ കൊണ്ട് ഒരാൾ മുമ്പിൽ നിൽക്കുന്ന ഒരാളെ വെട്ടിയാൽ ആ ആളുടെ ഇടത്തെ ചെവിയാണ് മുറിയാൻ സാധ്യത.
ഒന്നുകിൽ പത്രോസ് ഇടങ്കയ്യനായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ മൽക്കാസ് അല്ലെങ്കിൽ ഈ മഹാപുരോഹിതൻ്റെ ദാസനെ പത്രോസ് പുറകിൽ നിന്നായിരിക്കും വെട്ടിയത്. മറ്റു ചിലർ പറയുന്നത് വാളുമെടുത്ത് വെട്ടി പരിചയമില്ലാത്ത ഒരു മുക്കുവനാണ് ഇത് ചെയ്തത്, അതുകൊണ്ടാണ് കഴുത്തിന് വെട്ടിയ വെട്ട് ചെവിയിൽ കൊണ്ടുപോയത് എന്നൊക്കെ പറയുന്നു. അതെന്തുമാകട്ടെ, യേശു ഉടൻ തന്നെ ഇടപെടുകയാണ്. താൻ പറഞ്ഞു, ഇത്രയ്ക്ക് വിടുവിൻ എന്ന് പറഞ്ഞ് ആ കാത് മുറിഞ്ഞ ദാസനെ തൊട്ട് സൗഖ്യമാക്കി. യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന ആ ദാസനെയാണ് യേശു സൗഖ്യമാക്കിയത്. തന്നെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തും താൻ അവനെ സൗഖ്യമാക്കി അവൻ്റെ കാത് നേരെയാക്കി കൊടുത്തു. യേശു എന്നിട്ട് അവരോടൊരു കാര്യം പറയുകയാണ്. ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ നിങ്ങളോടുകൂടെ ഇരുന്നു, എന്നിട്ടും രാത്രിയിൽ ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളും വടിയുമായി വന്നിരിക്കുന്നത് എന്തിന്? ദേവാലയത്തിൽ വെച്ച് യേശുവിനെ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നതിൻ്റെ കാരണം നമുക്കറിയാം. കാരണം ഈ ആളുകൾ പുരുഷാരത്തെ ഭയപ്പെട്ടിരുന്നു. എന്നാൽ യേശു പറയുന്നത് അതല്ല കാരണം. ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിൻ്റെ അധികാരവുമാകുന്നു. അതുകൊണ്ടാണ്, എന്ന് വച്ചാൽ ഇരുളിന് അധികാരം ലഭിച്ചിരിക്കുന്നു. ഈ അധികാരം ലഭിക്കുന്നത് വരെ നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യേണ്ട, എന്നെ വിചാരണ ചെയ്യേണ്ട, എന്നെ ക്രൂശിക്കേണ്ട സമയമായിരിക്കുന്നു. ആ നാഴിക വന്നിരിക്കുന്നു. ഇരുളിൻ്റെ നാഴിക. ഇരുളിൻ്റെ നാഴികയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇപ്പോൾ ഒരു കള്ളനെ പോലെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് എന്ന് യേശു പറഞ്ഞു. പ്രിയ സുഹൃത്തേ, ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കർത്താവ് അനുഭവിച്ച വ്യഥ, താൻ കടന്നുപോയ മനോവിഷമം, അത് വളരെ യാഥാർത്ഥ്യമായിരുന്നു. താൻ ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ ക്രൂശ് മരണം വളരെ എളുപ്പമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. തീർച്ചയായുമല്ല. കർത്താവ് പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എന്ന് വെച്ചാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കർത്താവ് സഹിച്ചത്. താനത് ചെയ്തത് എൻ്റെ പാപത്തിനു വേണ്ടിയാണ്. എൻ്റെ പാപം ക്ഷമിക്കപ്പെടുവാൻ, ഞാൻ ദൈവവുമായി ബന്ധമുള്ളവനായി തീരുവാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവുമായി ബന്ധമുണ്ടാകുവാൻ വേണ്ടി യേശു വളരെ വലിയ ഒരു വിലയാണ് കൊടുത്തത്. നിങ്ങൾ അത് നിരസിക്കരുത്. എബ്രായ ലേഖനകാരൻ പറയുന്നത് പോലെ, ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ info@fibaonline.org എന്ന ഇമെയിൽ ID ഉപയോഗിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുവാൻ 9880221957 എന്ന നമ്പരും ഉപയോഗിക്കാം. നമ്പർ ഒരിക്കൽ കൂടി 9880221957.